ഹരിഹരൻ സാറാണ് നമുക്കിപ്പോൾ. നമസ്കാരം. നമസ്കാരം. സാറ് 50 വർഷമായിട്ടുള്ള സംഗീത സപര്യ, ഒരുപാട് ഭാഷകൾ, ഇപ്പം മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, ഹിന്ദി, സിംഹള, ഭോജ്പുരി, ഒഡിയ, മറാത്തി, അങ്ങനെ സർവത്ര ഭാഷകളിലും സാറ് പാടിയിട്ടുണ്ട്. ഗസലിൻ്റെ വലിയൊരു ഏരിയ ഉണ്ട്. സാർ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ് ഈ ലൈഫിൽ, ഒരു സംഗീത ജീവിതത്തിൽ? ക്വൈറ്റ് സാറ്റിസ്ഫൈഡ്. ഇപ്പോൾ സ്വതന്ത്ര സംഗീതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കൊളോണിയൽ കസിൻസ്, അത് വലിയൊരു മുന്നേറ്റമാണ്. ആശയ ഭോസ്ലെയുമായിട്ടാണ് ഫസ്റ്റിൽ ഗസൽ പാടാനുള്ള അവസരം കിട്ടുന്നത്. അതേപോലെ തന്നെ പാകിസ്ഥാനി ഗായകരുമായിട്ട് ചേർന്നിട്ട് കൊളാബ് ചെയ്യാൻ തീരുമാനിക്കുന്നു, സ്ട്രിങ്സ്, ഡെസ്റ്റിനി എന്ന് പറഞ്ഞിട്ട്. പിന്നെ കൊളാബറേറ്റഡ് വിത്ത് പാകിസ്ഥാനി കമ്പോസേഴ്സ്. ലാഹോർ കെ രംഗ് ഹരി കെ സംഗ് ആൽബം ഇറക്കി ഇവിടെ ചെയ്തു ഇവിടെ. സോ ഡിഫറെൻറ്റ് ജോണേഴ്സിലെ ഫിലിം മ്യൂസിക്, ഗസൽ മ്യൂസിക്, ഠുംരി, ഫ്യൂഷൻ, colonial cousins. So all kinds of music ചെയ്തിട്ടുണ്ട്. I mean, I've been trying to do it. Yes. ഈ പാകിസ്ഥാനുമായിട്ട് കൊളാബ് ചെയ്യുന്ന സമയത്ത് ഒരു കൾച്ചറൽ എക്സ്ചേഞ്ച്? ഡെഫിനറ്റ്ലി. ഞാൻ അവിടെ ലാഹോർക്ക് പോയി. ഐ സ്റ്റേഡ് ദെയർ ഫോർ 2 months. അവിടെ റിഹേഴ്സ് ചെയ്തിട്ട് എല്ലാവരും പരിചയപ്പെട്ടു. ബിക്കം ഫ്രണ്ട്സ്. 4 composers basically. And ഇസ്സത്ത് മജീദ് ചൊല്ലിട്ട് പ്രൊഡ്യൂസറാണ് അവിടെ. ഹി ഈസ് എ ബാങ്കർ basically. So he produced the album. It was a very, very beautiful experience. ആൾക്കാർ നമ്മൾ പോലെ വെരി വെരി നൈസ് പീപ്പിൾ, വെരി ഫ്രണ്ട്ലി പീപ്പിൾ. ആൻഡ് അവിടെ മ്യൂസിഷ്യൻസ്, ദേ ഗിവ് സോ മച്ച് ലവ് ടു മീ ആൻഡ് വണ്ടർഫുൾ എക്സ്പീരിയൻസ്. ഈ ഉറുദുവിൻ്റെ കൗതുകത്തെക്കുറിച്ച്, ഇല്ലെങ്കിൽ ഉറുദു ഒരു മ്യൂസിക്കലായിട്ടുള്ള ഭാഷയാണെന്ന് സാർ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉറുദു ആണോ ഒരു പക്ഷേ പാകിസ്ഥാനുമായിട്ടുള്ള ഒരു എക്സ്ചേഞ്ചിന് കൂടുതൽ സഹായിച്ചത്? എന്തുകൊണ്ടാണ്? ഏതൊക്കെ ഭാഷയാണ് സാറ്? അല്ല, മ്യൂസിക്കാണ്, ബേസിക് മ്യൂസിക്കാണ്. പിന്നെ അവിടെ ഉറുദുവിൽ സംസാരിക്കും ആൻഡ് പഞ്ചാബിയിൽ സംസാരിക്കും പാകിസ്ഥാനിൽ. സോ അത് രണ്ടും ഉണ്ട്. ബിക്കോസ് അവിടെ പഞ്ചാബീസ് ജാസ്തിയുണ്ട് ഉണ്ട്, എസ്പെഷ്യലി ലാഹോറിലെ ആൻഡ് ഇസ്ലാമാബാദിൽ. സോ ബോത്ത് കൈൻഡ്സ് ഓഫ് പീപ്പിൾ. ബോലോ ബോലോ എന്ന് പറഞ്ഞിട്ട് പഞ്ചാബ് നമ്മുടെ ഡേലർ മെഹന്തിയുമായിട്ട് കൊളാബ് ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കര രസമുള്ളൊരു സംഭവമാണ്. ഡേലർ മെഹന്തി ഒരു കാലഘട്ടത്തിൽ പഞ്ചാബ് മ്യൂസിക് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ ഡേലർ മെഹന്തി ആയിരുന്നു. I mean, it was highest sales was in Kerala. ഡേലർ മെഹന്തിയോട് അല്ലേ? തുനക് 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 തുനക്. Because I remember Sashi Gopal of Magna Sound, he was telling me, Hari, you know which is the highest sales, the state in which Diler Mehdi sells? I said, കേരളമാണ്. സാർ ഓർമ്മയുണ്ടോ ബോല് കൊളാബിനെ കുറിച്ച് പറയുമ്പോൾ ശിവമണിയായിട്ടുള്ള കൊളാബ്, ഇപ്പോൾ കൊളോണിയൽ കസിൻസ് പോലെ തന്നെയാണ് ശിവമണിയായിട്ടുള്ള. ശിവമണി he played in my, actually designed my rhythm in കാഷ് ചൊല്ലിട്ട് ഒരു ആൽബം. അതിലെ എല്ലാ പാട്ടിലെയും ശിവമണി he set the rhythm to it, the groove to it basically. So amazing. Shivmani is the one only in Shivmani. സാറിൻ്റെ ഫാനായിട്ട് എ റഹ്മാൻ വരുന്നത് സാറിൻ്റെ ഒരു ഗസലിലുള്ളൊരു പ്രാവീണ്യവും സിംഗിങ്ങും കണ്ടിട്ടാണ് ഒരു ആരാധകനായി മാറുന്നത്. കറക്റ്റ്. സാർ അതിനു മുമ്പ് ഫിലിം മ്യൂസിക് ഒരുപാട് ചെയ്തിട്ടുണ്ട്. 77 തുടങ്ങി ഫിലിം മ്യൂസിക് ആൻഡ് ഇറ്റ് കണ്ടിന്യൂഡ്. പിന്നെ 80 എവറി ഇയർ ഐ കെയിം ഔട്ട് വിത്ത് എ ഗസൽ ആൽബം. സോ 74 സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് 77 എനിക്ക് ഐ ഗോട്ട് എ ബ്രേക്ക്. ദെൻ ഫ്രം 80 മൈ ഗസൽ കണ്ടിന്യൂഡ് ആൻഡ് മൈ ഫിലിം ഓൾസോ കണ്ടിന്യൂഡ്. പാരലൽ കരിയേഴ്സ് ഐ വുഡ് സേ. പക്ഷേ 92 എത്തുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ ഒരു കൊമേഴ്സ്യലൈസേഷൻ പാർട്ട് വരുന്നത്. 80s എൻ്റെ ഗസൽസ് പ്രാബല്യമായി. റിഫ്ലക്ഷൻസ്, ഹൊറൈസൺ, അതെല്ലാം പ്രാബല്യമായി. അത് കേട്ടിട്ട് റഹ്മാൻ സാർ came in touch. അതുകൊണ്ട് പിന്നെ I did an iconic film called Lamhe. And adukku munbu my first song was very popular, which I sang for Jaydev ji. Ajeeb Saneha Mujh par guzar gaya yaro. Pinne 90 Hazir became very popular. World over it became popular. 92 came Roja. Then 92, 93 Uire came. Then it started my career in Tamil also. I never thought I'm going to sing in Tamil. Because I was busy doing my ghazal shows and all that. Tamil was a real surprise for me also when people wanted me to sing in Tamil.
So I started singing there, and what I would say is I became very, very busy in the South and in Bollywood also. And 96 la colonial ghazal vanu. So all the three genres which I was working became popular because the voice became popular. ആ And yeah, it became more popular in ghazals, then films, then everything combined. So 90 was a big period for me. ഉയരെ ഇറങ്ങുന്ന സമയത്ത് കാതൽ ഇരുന്താൽ ഇന്തൻ പെണ്ണോട് കലந்து വിട് കാലം തടഞ്ഞാൽ En Mannadu മണ്ണോട് കലந்து വിട് എന്ന് പറയുന്ന സമയത്ത് ഞങ്ങളൊക്കെ പ്രണയത്തിൻ്റെ ആ പ്രണയവും വിരഹവും എല്ലാം കൂടെ ഭയങ്കരമായിട്ട് അനുഭവിച്ച പാട്ടാ, ശരിക്കും ജീവിച്ച പാട്ടാ. காதல் இருந்தால் எந்தன் கண்ணோடு கலந்து விடு, காலம் தடுத்தால் என்னை மண்ணோடு கலந்து விடு, உயிரே உயிரே வந்து என்னோடு கலந்து விடு, நினைவே நினைவே எந்த നെഞ്ചോട് കലந்து വിട്. ഓഫ്, അതേ പീരീഡിൽ തന്നെ ഈ ഹായ്രമ രംഗീല ഇറങ്ങുന്നുണ്ട്. അതുവരെ കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ളൊരു ടെമ്പോ ആണ് ആ പാട്ടിന്. അത് റഹ്മാന്റെ മ്യൂസിക് ഇങ്ങനെ ടൺ 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 ടൺ. അതുപോലെ ടെൻഷൻ ഉണ്ട് അതെ. അത് പാട്ടില്. And it's a beautiful concept which the director രാം ഗോപാൽ Ram Gopal Verma, ഒരു concept he explained to us. There was an animal instinct in that love. അതുപോലെ അതിന്റെ ആ ടെമ്പോ ഓർക്കുന്നുണ്ട് സാറേ, രണ്ടുപേരും. जाओ हमको तो आती शर्म है रामा ये क्या हुआ, क्यों ऐसे हमें सताने लगे, तुम इतनी प्यारी हो सामने, हम काबू में कैसे रहें. ഓഫ്, എവർഗ്രീൻ ആണ് ആ പാട്ട്. മലയാളത്തിൽ ഒരുപാട് പാട്ടുകൾക്ക് വേണ്ടിയിട്ട് സാറിന് ഉപയോഗിച്ച് തുടങ്ങി. ഇപ്പോൾ വിദ്യാസാഗർ സാറുമായിട്ടുള്ള കൂട്ട് തുടങ്ങിയപ്പോൾ ഓതിൽ രൂപ കിട്ടുമ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ഹരിഹരൻ എത്രത്തോളം മലയാള സിനിമയിൽ പാടണം എന്നുള്ളത്. സാറ് സാഹിബ പാടുന്നത് എത്ര ആവർത്തിച്ച് കേട്ടാലും മതിയാവില്ല. ആ സാഹിബയുടെ ഞാനും വിദ്യ മൈസെൽഫ് വി തോട്ട് ഒരു നല്ലൊരു വെറൈറ്റി കൊടുക്കാം അതിൽ. സോ വി വർക്ക്ഡ് ഓൺ ദാറ്റ് ബേസിക്കലി. സാഹിബ 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 ഇതുപടി പോകും. സാഹിബ ഒരുപക്ഷെ ഒരു ഗസലിന്റെ സ്വാധീനം കൊണ്ടായിരിക്കാം അത്രയും നന്നായിട്ട് പരുവപ്പെട്ട് വന്നത്. അത് ഇതെല്ലാം ഗസലിഷാണ്. ഗസൽ മീനിങ്സ് ടോക്കിംഗ് ഉണ്ടോ. സോ സാഹിബ ഇസ് യു ടോക്കിംഗ്. സാഹിബ 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 സാഹിബ. So you can go on singing like that. ഇപ്പോൾ ഭാഷയുടെ ആദ്യം ഉണ്ടായത് പദ്യമാണെന്നും പറയുന്നുണ്ട് ഭാഷ സയന്റിസ്റ്റുകൾ. അപ്പോൾ ഒരുപക്ഷെ ഈ ഉറുദു ലാംഗ്വേജിൻ്റെയും ഗസലിൻ്റെയും ഒരു പറച്ചിൽ പാട്ട് ഇതിനിടയ്ക്കുള്ള വ്യത്യാസങ്ങൾ ചില സമയം ഇല്ലാതെ പോകില്ലേ? അതിനൊരു ഡിഫറൻസ് എന്താണ് സാറേ പറച്ചിലിനും പാട്ടിലിനും ഇടയ്ക്ക്? What is music? Music is talking in sur. Conversation in sur. You're telling a story, you're telling a news, or you're telling your wish, or you're telling your love. Idana, it is conversation. Music is conversation. So adu musicum swaramum wordum shabdamum swaramum, it gets married. That is music basically. The marriage of swara and shabda. That can happen in any language. It is not necessarily Urdu. എല്ലാ ഭാഷകളിലും അങ്ങനെ എല്ലാ ഭാഷയിലും ഉണ്ടല്ലേ. ഇംഗ്ലീഷിലും ഉണ്ട്, ആംഗ്ലത്തിലും ഉണ്ട്, മറാഠിയിലും ഉണ്ട്,
തമിഴിലുണ്ട്, ഇനി യൂസിങ് ദ ലാംഗ്വേജ് മലയാളത്തിലുണ്ട്. അതെ. ചിലപ്പോൾ ഒരുപാട് കൊളാബുകൾ ചെയ്യുന്നതിലൂടെ സാറിൻ്റെ മനസ്സിനകത്ത് മ്യൂസിക്കിനെ കുറിച്ചുള്ളൊരു ആഗ്രഹം ഉണ്ടാവും. നമ്മുടെ മ്യൂസിക്, നമ്മൾ പഠിച്ച മ്യൂസിക്, പുറത്തുനിന്ന് വന്നിട്ടുള്ള വെസ്റ്റേൺ മ്യൂസിക് എല്ലാം മ്യൂസിക്കാണ്. അപ്പോൾ പുറത്തേക്ക് പോയിട്ടൊക്കെ ഓരോ കൊളാബ് ചെയ്യുമ്പോൾ സാറിൻ്റെ മനസ്സിൽ എന്തായിരുന്നു ശരിക്കും കോൺസെപ്റ്റ്? അവരുമായിട്ട് ചേരുമ്പോൾ കൂടുതൽ പഠിക്കലായിരുന്നോ, അതേ നമ്മളെ കൂടുതൽ നമ്മുടെ കൾച്ചറൂടെ അവർക്ക് മനസ്സിലാവണമെന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു? എന്തൊക്കെയാണ് അതിനകത്ത്? When you're doing fusion, you're thinking of the result of the fusion. ഇപ്പോൾ 2 എലിമെൻറ്റ് ഉരുക്കിയിട്ട് 3rd എലിമെൻറ്റ് ചെയ്യുന്നില്ലേ? ഇറ്റ് ഈസ് നോട്ട് ദിസ്, ഇറ്റ് ഈസ് ദിസ്. മനസ്സിലായി. ഇറ്റ് ഈസ് 1, ഇറ്റ് ഈസ് 3rd എലിമെൻറ്റ്. ദിസ് A+B ഇല്ല, ഇറ്റ് ഈസ് C. സോ നമുക്ക് when you're doing fusion ഒത്തുപോകണം രണ്ടും. ഇറ്റ് ഈസ് ടു intertwine. There's 2 fingers, if you do this intertwined, you're seeing a 3rd finger, you're seeing one rupam. അതാണ് ഇമ്പോർട്ടൻറ്റ്. സാറ് എസ് എ രാജ്കുമാർ സാറിന് വേണ്ടിയിട്ട് റോസാപ്പൂ, അതെ, ആ കാലഘട്ടത്തിൽ റോസാപ്പൂ പാടാത്ത ആൾക്കാരില്ല. അയ്യോ it is so even today if I sing that song, റോസാപ്പൂ ചിന്ന റോസാപ്പൂ உன் பேர சொல்லும் ரோசாப்பூ காட்டில் காடும் பனியாகும் என் பாட்டை கேட்டு குயிலாடும் ரோசாப்பூ சின்ன ரோசாப்பൂ. ഈ റഹ്മാൻ സാറിന് വേണ്ടിയിട്ട് മലർകളെ പാടുന്ന സമയത്ത് ഡിഫറെൻ്റ് വോയിസ് ആണ്. പക്ഷേ ടെലിഫോൺ മണി പോൽ പാടിയപ്പോൾ സത്യത്തിൽ ടെലിഫോൺ മണിക്ക് വേറെ എന്തോ ഒരു വോയിസ് ഉപയോഗിച്ചതുപോലെ, എന്ന് വെച്ചാൽ ഒരു രസമുള്ളൊരു ടോണാണ് അത്. ഓരോ പാട്ടുകളിലും അത് ടോൺ കൊടുക്കുന്നത്, ടോൺ ചേഞ്ച് ആകും. ടെലിഫോൺ മണി പോൽ സിരിപ്പ വലിവല മെൽബൺ മലപ്പോൽ മെല്ലിയം ഡിജിറ്റലിൽ ശ്രദ്ധിക്കയ കുരല എലിസബത്ത് ടൈലർ മകള ജാക്കിർ ഹുസൈൻ തബല ഇവൾ താനാ സോന. மலர்களே மலர்களே இது என்ன கனவா மலைகளே மலைகளே இது என்ன நினைவா உருகியதே எனது உள்ளம். ഇതുപോലെ ഈ വാജി 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 എൻ ജീവൻ ശിവാജി, അതിലാ രജനീകാന്ത് ഫസ്റ്റിൽ വന്നിട്ട് അമ്പൽ അമ്പൽ പുന്നകയോ മൗവൽ മൗവൽ പൂമരി വാവനും പോതുമരി ദര ദര ദീ ദര ദീ ദര 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 ദര. സോ അതിൽ ഡ്രാമ ഉണ്ട്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് ദ സോങ് ഇസ് ബേസിക്കലി. സോ ദാറ്റ് വേ യു sing the song. പക്ഷേ അത് മലയാളത്തിൽ പറയാൻ മറന്നതിൽ വരുമ്പോൾ ഒരുപക്ഷെ ഹരിഹരൻ സാറിൻ്റെ പാട്ടുകളൊക്കെ കേൾക്കുന്ന ആൾക്കാരാണ് നമ്മൾ. പക്ഷെ പറയാൻ മറന്നത് കേട്ടത് അങ്ങനെയല്ല. ഒരു ഗസലിൻ്റെ മൂഡുണ്ട്, പക്ഷേ അതിനകത്ത് ഇപ്പോൾ ഈ പഴയൊരു ധനുമാസ രാവിൻ മതസുഗന്ധമോ എന്നൊക്കെ പാടുന്ന സമയത്ത് അത് എത്ര നമ്മൾ ഒരുപാട് പ്രാവശ്യം ആവർത്തിക്കാൻ ശ്രമിക്കുകയാണ് കൂടെ. അങ്ങനെ നമുക്കൊരിക്കലും അതിലേക്ക് എത്താൻ പറ്റില്ല. അത്രയ്ക്ക് സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ പോകുന്ന ഒരു സാധനം. സാർ ആ പോർഷൻ ഒന്ന് പഴയൊരു ധനുമാസ രാവിൻ മതസുഗന്ധമോ പറയാൻ മറന്നതിലുള്ളതാണ്. മതസുഗന്ധമോ നിരുപമ പാദമേ തഴുകി ഹദാശമീ ജാലകങ്ങളിൽ എന്ന് പാടും. അവിടേക്ക് വരുമ്പോ ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ട്. വേറെ ലെവൽ സാധനം സാറേ. അതിൽ ആ പറയാൻ മറന്നു എന്ന് പറയുമ്പോൾ ഈ പറയാൻ മറന്ന് ഞങ്ങൾക്ക് പാടാൻ പറ്റില്ല. അപ്പം ഞങ്ങൾ എന്ത് ചെയ്യുമെന്നറിയാമോ, വെറുതെ ഇങ്ങനെ തമാശക്ക് അനുകരിക്കും. പറയാൻ കുഴപ്പമില്ല, പറയാൻ. അതായത് നമുക്ക് മ്യൂസിക് അറിയില്ല. അപ്പോൾ ലേമാൻസ്
I know. But the other certain songs ഇല്ലേ அப்படி പാടണം. Because so can people can enjoy the art of singing. രമേഷ് ജിയുടെ ഒരു വളരെ ബ്യൂട്ടിഫുൾ കോമ്പോസിഷൻ ആണ്. ഇറ്റ്സ് വൺ ഓഫ് ഹിസ് ബെസ്റ്റ് കോമ്പോസിഷൻസ്. അത് എനിക്ക് ഫസ്റ്റ് അത് വൺ ഓഫ് മൈ വെരി ഗുഡ് സോങ്സ് ഇൻ മലയാളം. മലയാളത്തിൽ ശരിക്കും ഏറ്റവും നല്ലൊരു പാട്ട് സെലക്ട് ചെയ്യാൻ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവസാനം കണ്ണും പൂട്ടി ഇത് സെലക്ട് ചെയ്യും. സാർ പറയാൻ മറന്നേയും കൂടെ ഒന്ന് പാടൂ. പറയാൻ മറന്ന് പരിഭവങ്ങൾ വിടരാർദ്രമാ നിമിഷമോർക്കെ പറയാൻ പരിഭവങ്ങൾ 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 പറയാൻ പരിഭവങ്ങൾ 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 പറയാൻ ഈ ഇംപ്രൂവൈസേഷൻസ് സാർ അതെ ഇപ്പോൾ ആയതാണ്. അത് തന്നെ അതേപോലെ സ്റ്റേജ് ചെയ്യുമ്പോൾ നമ്മളൊക്കെ സാധാരണ കാണുമ്പോൾ ഈ സ്റ്റേജ് ചെയ്താൽ പിഴച്ചു പോകും എന്ന് വിചാരിച്ചിട്ട് സ്റ്റേജിൽ ആരും അങ്ങനെ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കില്ല, ഇല്ലെങ്കിൽ ഒരുപാട് പ്രാക്ടീസ് ചെയ്യും. സാറ് ഇപ്പോൾ വന്നതുപോലെ സ്റ്റേജിൽ വരികയാണ്. അപ്പോൾ ദിസ് സിംഗിങ് കംസ് വെൻ യു ഡു ഖയാൽ സിംഗിങ്. ഖയാൽ പാടുന്നല്ലേ, അതോട് പേര് അതോട് ഖയാൽ മീൻസ് ഇമാജിനേഷൻ. ഇമാജിനേഷനോട് വളർത്തുறதுக்கு ഒരു അഭ്യാസമുണ്ട്, റിയാസുണ്ട്. ശബ്ദത്തെ കൊണ്ട് ഒരു 100 times പറയൂ ഡിഫറെൻറ്റ്. ஆனால் അത് സെയിം ലെവലിൽ ഇരിക്കണം മ്യൂസിക്കലി. ചുമ്മാ ബോറടിക്കും പറയാം അറിഞ്ഞ. സോ ദാറ്റ് ക്രിയേഷൻ യു ഗെറ്റ് ഇഫ് യു സ്റ്റഡി ഖയാൽ സിംഗിങ്. അതുകൊണ്ട് സോ അത് ശ്രമിച്ചിട്ട് യു ഗെറ്റ് ദാറ്റ് സ്റ്റൈൽ ബേസിക്കലി. ചിലപ്പോൾ വെണ്ണിലവേ വെണ്ണിലവേ എന്ന് പാടിയിട്ട് അടുത്ത വരിയില്ലേ ഇന്ദൻ ഭൂലോകത്തിൽ, അപ്പം ഞങ്ങളത് എന്താ പറയുക, ഞങ്ങൾ അതിൻ്റെ കൂടെ ലിഫ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ആ സാധനത്തിൻ്റെ കൂടെ നമ്മളും വരുന്നുണ്ട്. അത് മ്യൂസിക് പഠിക്കുന്നുണ്ട് നമ്മൾ അതിൻ്റെ കൂടെ. അത് ഭയങ്കര ഒരു ഇതല്ലേ. അത് വെണ്ണിലവേ വെണ്ണിലവേ വിണ്ണை താണ്ടി വരുവായാ വിളയാട ജോഡി தேவை இந்த பூலோகத்தில் யாரும் பார்க்கும். பூலோகம் is so big, no? അതെ അതെ. இந்த பூலோகத்தில் யாரும் பார்க்கும் முன்னே உன்னை அதிகாலை அனுப்பி வைப்போ. வெண்ணிலவே வெண்ணிலவே விண்ணை தாண்டி வருவாயா വിളയാട ജോഡി തേവൈ. ഡിഫറെൻ്റ് ആയില്ല. ഓ അത് കേൾക്കാൻ നമുക്ക് കൂടുതൽ ഇഷ്ടമാണ്. ഇംപ്രവൈസേഷനെ പറ്റിയിട്ടുള്ള സാറിൻ്റെ അഭിപ്രായം ശരിക്കും അറിയേണ്ടതുണ്ട്. ഇംപ്രവൈസേഷനെ എങ്ങനെയാണ് നോക്കിയത്? ഇംപ്രവൈസേഷൻ ഈസ് ഒരു ഫേസ് ഉണ്ട്, ഒരു ബ്യൂട്ടിഫുൾ വിമൻസ് ഫേസ്. അതൊക്കെ യു പുട്ട് എ ബിന്ദി, യു പുട്ട് എ തോട്, സംടൈംസ് യു ജസ്റ്റ് പുട്ട് വൺ സ്ട്രിങ് ഓഫ് jewelry in the neck. അതാണ് improvisations. Make it interesting, but keep the soul the same. The ആളെ ചേഞ്ച് കൂടാതെ you have to give accessories to it basically. That is improvisation. റിയാലിറ്റി ഷോസിലൊക്കെ പോയിരിക്കുന്ന സമയത്ത് സാർ ജഡ്ജാവുന്ന സമയത്തൊക്കെ അവിടെ ഒരു ടിപ്പിക്കൽ സാധനമായിരിക്കും, ഇല്ലെങ്കിൽ ഒരു കമേഴ്സ്യലൈസേഷൻ പാർട്ടാണ്. അവിടെ കാണുന്ന മ്യൂസിക്കിനോടുള്ള സാറിൻ്റെ സമീപനം എന്താണ്, അപ്രോച്ച് എന്താണ്? Reality show is good. The new generation are very smart, very intelligent, very fast, good memory. എല്ലാം ഉണ്ട്. ഒരു പാട്ട് കേട്ടിട്ട് പാടുന്നത് ഒന്ന്, ഒരു പുതിയ പാട്ട് എടുത്ത് പാടുന്ന ഡിഫറെൻറ്റ് ടാലൻ്റാണ്. അത് ചെയ്യാൻ യു ഹാവ് ടു ലേൺ മ്യൂസിക്. കാരണം ഒരു പാട്ട് കേട്ടാലേ ഇഫ് യു ഹവ് സ്റ്റഡീഡ് മ്യൂസിക് അതോട് അപ്രോച്ച് ചെയ്യത് ഡിഫറെൻ്റാണ്. ബിക്കോസ് all music directors cannot give you all the nuances of the song. Correct. Some music director can sing, some will teach and tell you
someone will give you an idea of the tune. இப்படியான சொல்லிட்டு understand that and make it and sing it. You need that machinery. அது சங்கீதம் படித்தால் it is good for you. My basic advice to all the kids is എന്തെങ്കിലും ഒരു സ്റ്റൈൽ ഓഫ് മ്യൂസിക് തീർച്ചയായിട്ടും പഠിക്കണം. തറോ ആയിരിക്കണം. ഇറ്റ് ബിക്കോസ് ഇറ്റ് മേക്സ് ലൈഫ് ഈസിയർ. ഇപ്പം നമുക്ക് ഒരു പോയറ്റ് എപ്പിടിയാകും, യു നീഡ് കമാൻഡ് ഓഫ് ദ ലാംഗ്വേജ് അല്ലേ? ദെൻ യു ഹാവ് സോ മെനി വേർഡ്സ് യു ക്യാൻ റൈറ്റ് പോയിട്രി. അതുപോലെ സംഗീതத்துக்கு പഠിച്ചാൽ തൊണ്ട പേശും. യു വിൽ റിയലൈസ് വാട്ട് ടു ഡു ചൊല്ലിട്ട്. That is very important. That is my advice. Otherwise, the young generation are very good. Very, very talented. ഈ പോയട്രിയെ കുറിച്ച് പറയുമ്പോൾ സാറിന് ശരിക്കും പറയാൻ വേണ്ടിയിട്ടാണോ പാട്ട് മ്യൂസിക് ആവശ്യം വരുന്നത്, അതേ മ്യൂസിക് പറയാൻ വേണ്ടിയിട്ട് ഉള്ളൊരു സ്കെൽട്ടനാണോ? ലൈറ്റ് മ്യൂസിക് ഇല്ലേ, ശബ്ദം പ്രൈമറിയാണ്. ശബ്ദത്തെ കൊണ്ട് അത് കൊണ്ട് യു ക്യാൻ ഗിവ് കളറിങ് ടു ഇറ്റ്. ബട്ട് ശബ്ദം ക്ലിയർ ആയിട്ട് ഇരിക്കണം. വെണ്ണിലവേ 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 പോയി, വെണ്ണിലവേ പോയി. ഇറ്റ് ഹാസ് ടു ബി ക്ലിയർ. എനിത്തിങ് യു സിംഗ്, you're singing a kirtanam or you're singing a pop song or you're singing a classical song, words have to be clear. Shabd pradhan hai music. What light music, what we sing basically. I'm talking of semi-classical, classical light music. Shabdam, it has to clarity, definite വേണം. Because first ആൾക്കാരെല്ലാം ശബ്ദമാണ് കേൾക്കുന്നു. Then they get hooked on to the tune. Or they get hooked on to the tune and then they think of what is both ways. But Shabdam attracts people. മലർകളെ മലർകളെ വെണ്ണിലവേ വെണ്ണിലവേ. അതെ, പോയട്രി എവിടെ അപ്പോൾ പ്ലേസ് ചെയ്യാം? വെരി ഇമ്പോർട്ടൻറ്റ്. ഇറ്റ് ഈസ് എ സബ്ജക്റ്റ് വിട്ടു വരും. സബ്ജക്റ്റ് വിട്ടത് എന്ത് ചെയ്യും അല്ലേ? അതെ സാറ്, ശബ്ദം ഇത്രയും എങ്ങായിട്ട് സൂക്ഷിക്കുന്നത് എങ്ങനെയാണ്? അതിൻ്റെ രഹസ്യം എന്താ സീക്രട്ട് അതിൻ്റെ? ബി ഹാപ്പി. ബി ഹാപ്പി. ആൻഡ് അതാണ് ഒരു 55-60 തോന്നിക്കാം മാക്സിമം വയസ്സ്. യു ടു ടെൽ മീ. ചിലപ്പോൾ 45 തോന്നും. വോയിസ് അല്ല, ഫിസിക്കലി വോയിസ് എനിക്ക് തോന്നുന്നു ചില സമയം 30 കഴിഞ്ഞിട്ടുണ്ട്, ചില സമയം 28, 25 ആ റേഞ്ചാ. ചില സാധനങ്ങളുണ്ടല്ലോ, അത് കേൾക്കുമ്പോൾ സാറിൻ്റെ ഇത് രൂപമായിട്ടൊന്നും പ്രായമായിട്ടൊന്നും ഒരു ബന്ധമില്ല. കറക്റ്റ്. അതെങ്ങനെയാ? അത് ഗിഫ്റ്റാണോ? അത് എങ്ങനെയാണത്? ഗിഫ്റ്റാണത്. ഗിഫ്റ്റ് വേറെ എന്താ ചൊല്ലും. പക്ഷെ ഇപ്പോഴും അതേപോലെ തന്നെ ഇരിപ്പുണ്ട്, ഒരു വ്യത്യാസമില്ല. അതൊരു ഭാഗ്യമാണ്. ഇറ്റ്സ് ഓൾ ഗോഡ്സ് ഗ്രേസ്. സാർ അതിനെക്കുറിച്ച് ആലോചിക്കാറുണ്ടോ? ഈ ശബ്ദം ഇപ്പോഴും ഇങ്ങനെ തന്നെ ഇരിക്കുന്നത്, ഒരു സിംഗിങ്ങിനെ ഇത്രയും പോപ്പുലർ ആക്കി ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യിപ്പിക്കുന്നതും? Basically, you have to feel young at heart. You can be called philosophical basically, but on the age reflect ചെയ്യக்கூடாது. You have to preserve the child in you. ഒരു ഖുഷി, mischievous അതിൽ ഇരിക്കണം இந்த വയസ്സിൽ. Understand? അതെ. You have to keep that child in you basically. Then that keeps you young basically. അടാ അതെ, അത് പോയി എല്ലാം പോയി. So you try to, അത് ആകും definitely. Sometimes also എന്നാണ് you have to keep yourself. You have to, ഇപ്പോൾ today അല്ലേ, ഇപ്പോൾ morning is gone. Don't think about morning. Think about the evening. Think of the future. And with God's grace, your health should also permit that. Very important. അതെ, അത് വേണം. അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ് അത്. സോ ഐ തിങ്ക് ഫീൽ ഹാപ്പി, ഫീൽ ലൈറ്റ്, നോ ബാഗേജ്. ഡോണ്ട് ക്യാരി യുവർ ലൈഫ്സ് ബാഗേജ് വിത്ത് യു. ലീവ് ഇറ്റ്. സാർ, ഇപ്പോൾ ബോംബെയിൽ ജനിച്ചിട്ട് ആയതുകൊണ്ടാണോ എന്ന് അറിഞ്ഞൂടെ വെസ്റ്റേൺ ആയിട്ടുള്ള ഒരു രീതികളില്ലെങ്കിൽ നമ്മൾ അൾട്രാ മോഡേൺ ആയിരുന്ന എന്ന് വിചാരിച്ചിരുന്ന സാറിൻ്റെ തലയെ കെട്ട്? അയ്യോ ഒന്നുമില്ല. ഞാൻ എൻ്റെ വെൻ ഐ വാസ് ഇൻ കോളേജ് വി വർ ഗോയിങ് ത്രൂ ദ ഹിപ്പി മൂവ്മെൻറ്റ്. ആ സമയത്ത് നല്ല ഒരു ജീൻസ് വാങ്ങിയിട്ട് ഇവിടെ കീറും ഇവിടെ. ആൻഡ് ഇവിടെ പൈസ വെക്കും. ഇവിടെ യു ഗോട്ട് എ പോക്കറ്റ് ഹിയർ, യൂസ് ടു കീപ് മണി ഹിയർ ബേസിക്കലി. സോ അത് ഒരു സ്റ്റൈല്, അപ്പോൾ റഫ് സ്റ്റൈലാണ് ഇപ്പോൾ.
സോ ദാറ്റ് വാസ് മൈ ടീനേജ്. സോ അതിരിക്കില്ലേ ഇപ്പോൾ? അതിൻ്റെ തുടർച്ചയായിട്ടാണോ മുടിയൊക്കെ ഇങ്ങനെ ഒരു സ്റ്റൈൽ എന്നുള്ള രീതിയിൽ? നോ, ഇറ്റ് ഇസ് ജസ്റ്റ് ദേർ. അത് ഇഷ്ടമാണോ സ്റ്റൈലാണോ എന്താണ് അതിൻ്റെ? ഇഷ്ടമാണ്. ഇഷ്ടമാണ് സ്റ്റൈൽ. ഐ ഡോണ്ട് ഡു തിങ്സ് ഫോർ അതേഴ്സ്. നോ, ഐ ഡോണ്ട്. അത് പോയാണ്. ഇഫ് യു ഡു സംതിങ് ഫോർ അതേഴ്സ്, സ്റ്റൈൽ എന്താ സ്റ്റൈൽ? ഇറ്റ്സ് യു ഡു ഇറ്റ്, യു വെയർ ക്ലോത്ത്സ്, യു ഡു സംതിങ് ബിക്കോസ് യു ലൈക്ക് ഇറ്റ്. അപ്പോൾ അത് ഇറ്റ് വിൽ സൂട്ട് യു. അല്ലാതെ സൂട്ടൊക്കെ അത് ഇറ്റ് ഇസ് ആസ് എ ഫോഴ്സ്ഡ്, യു ആർ ഫോഴ്സ്ഡ് ബേസിക്കലി. രാജാ സാറിന് വേണ്ടിയിട്ട് രാജാ സാറിൻ്റെ ഏതെങ്കിലും ഒരു സാറിന് ഇഷ്ടപ്പെടുന്ന പാട്ടാണോ? എല്ലാ പാട്ടും ഇഷ്ടം. അതല്ല, അങ്ങനെയല്ല, ഒരു പാട്ട് പാടിയാണ് മനസ്സിൽ വരുന്നത് ഇപ്പോൾ. என்னை தாலாட்ட வருவாளோ, நெஞ்சில் பூமஞ்சம் தருவாளோ, தங்கத்தேராட்டம் வருவாளோ, இல்லையே மாற்றம் தருவாளോ. ഇരുവറിലെ പാട്ടില്ലേ റഹ്മാൻ സാറിൻ്റെ, പാട്രിയോട്ടിസം പാടുന്നത് സാറ് പാടുന്നത് കേൾക്കുമ്പോൾ അത് ശരിക്കും പാട്രിയോട്ടിസം അങ്ങനെയാണ് വേണ്ടതെന്ന് തോന്നും. ഇപ്പോൾ റഹ്മാൻ സാറും ചില പാട്ടുകൾ പാട്രിയോട്ടിസം പാടുമ്പോൾ നമുക്ക് തോന്നും ഈ പാട്രിയോട്ടിസം ഇങ്ങനെയാണല്ലോ എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. ഈ പാട്രിയോട്ടിസം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്കൊരു ഫീൽ കിട്ടുന്നുണ്ട്. പിന്നെ അപ്പോൾ സാറിൻ്റെ മനസ്സിൽ ആ സമയത്ത് എന്തായിരിക്കും? patriotic feeling. ഒരു പ്രൗഡായിരിക്കും. हिंदुस्तानी नाम हमारा है, सबसे प्यारा देश हमारा है, जन्मभूमि है हमारी, शान से कहेंगे हम, सब ही तो भाई भाई, प्यार से रहेंगे हम, भारत हमको जान से प्यारा है. Patriotism is not shouting. Bharat, Bharat Ma. അതിൽ ഇമോഷണൽ കണ്ടന്റ് ഇരിക്കണം വെൻ യു സേ ദാറ്റ്. ഓങ്കി ലൗഡ് ഇഫ് യു സേ ഇറ്റ് ഇസ് പാട്രിയോട്ടിസം അവിടെ ഒന്നുമില്ല. ജയ് ഹിന്ദ്, അതെ, ദാറ്റ് ഇസ് പാട്രിയോട്ടിസം. ഓരോ സോങ്ങിനെയും സമീപിക്കുമ്പോൾ മ്യൂസിക് ഡയറക്ടർ സാറിനോട് നിർദ്ദേശങ്ങൾ പറയും. പക്ഷേ നമ്മുടെ ഒരു മ്യൂസിക്കിനെ കുറിച്ചുള്ളൊരു കോൺസെപ്റ്റും തലയിലുണ്ടാവും. ഇത് രണ്ടും കൂടെ ചേർത്ത് പാടാനുള്ള അവസരങ്ങൾ തരുന്ന മ്യൂസിക് ഡയറക്ടേഴ്സ് അല്ലേ നമുക്കുള്ളത്? അതെന്തായി, ഐ ടെൽ യു, ഇൻ മൈ കേസ് ദ ഫസ്റ്റ് 10 songs establish Hariharan style. So music director has also thought of my style when they composed. അതെ, അത് കൺവീനിയൻ്റ് ആയി. Certain songs it was different. Then I used to learn that genre. Take some more time to sing those songs. സാർ ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സുമായിട്ടും യങ്സ്റ്റേഴ്സുമായിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. യങ്സ്റ്റേഴ്സ് ഇപ്പോൾ മലയാളത്തിൽ വരെ ദീപക് ദേവുമായിട്ട് വരെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ സാർ? ഇപ്പോൾ ഒരു ലെജൻഡ് ആയിട്ട് വന്ന് ഞാൻ പറയുന്നു, ഇപ്പം ഇവിടെ നീ ആർ ദ ബോസ്, മ്യൂസിക് ഡയറക്ടർ ഇസ് ദ ബോസ്. പറയൂ എപ്പടി, ഇഫ് ഇറ്റ് ഇസ് ഫൈൻ യു ഹാവ് ടു ഓക്കെ ഇറ്റ്. സോ ഐ ലീവ് ഇറ്റ് ടു ദം. ഐ എം എ സ്റ്റുഡൻറ്റ് there. I will learn their song, sing the way they want. Then they'll say, please improvise. Then I improvise. Otherwise, I don't improvise. കാരണം it is their work അല്ലേ. വർക്കിനോടുള്ള സിൻസിയറിറ്റിയെ കുറിച്ച് പറയുമ്പോൾ സാറിന് മലർകളെ പാടുമ്പോഴാണെന്ന് തോന്നുന്നു പനിയായിരുന്ന സമയത്ത് റഹ്മാൻ സാർ ഭാഗമല്ലേ. അല്ല, അപ്പം എന്താ സാറ് പറഞ്ഞു? റഹ്മാൻ സാർ എന്താ പറഞ്ഞു? റഹ്മാൻ സാർ വെച്ചാൽ, ഹരി, God is there. Let us try. நல்லா இருக்கு. ஒரு 2 times I sang. It is beautiful. It is very nice to listen. Natarajan sir was the producer. So அவரும் சொன்னார், நல்லா இருக்கு ஹரி, நல்லா இருக்கு சொன்னார். Then we took the song. ഭയങ്കര പണി എനിക്ക്. ഫാമിലിയെ കുറിച്ച് പറയൂ സാർ. ഇപ്പോൾ കേരള കണക്ഷൻ ഉണ്ട് തിരുവനന്തപുരത്ത്. അപ്പോടെ ഫുൾ ഫാമിലി തിരുവനന്തപുരത്തായിരുന്നു. അമ്മയാണ് തിരുനെൽവേലിയാണ്. പക്ഷെ രണ്ടുപേരും കർണാട്ടിക് മ്യൂസിക് പഠിച്ചിട്ടുണ്ട്, ടീച്ചറായിരുന്നു. അപ്പ வந்து he's a professor of music. He learned music from Swati Tirunal school. First batch. When the first batch of that അവിടെ പഠിച്ചിട്ട് he became a graduate in music. And my mother learned music from my father. അതടിപൊളി. And then they had their own school of music, South Indian School of Music. So ബോംബെയിൽ. അപ്പോൾ സാർ കർണാട്ടിക് അങ്ങനെയാണോ പഠിച്ചത്? ആമാം, ബോംബെയിൽ. ജനിച്ചത് ബോംബെയിലാണ്. ഹിന്ദുസ്ഥാനി കണക്ഷൻ പിന്നെ 73 ഐ മെറ്റ് ഗുലാം സ്വഖാൻ. പഠിച്ചു
ഇപ്പോൾ ഗസൽസ് പല മൂഡിലുണ്ട്. ഇപ്പോൾ സാറിനോട് ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ മൂഡ് പറഞ്ഞാൽ അത് സാർ മനസ്സിൽ വരുന്ന ഒരു ഗസൽ പറയോ? ഇപ്പോൾ വിരഹമാണെങ്കിൽ സാറിൻ്റെ മനസ്സിൽ വരുന്ന ഗസൽ ഏതായിരിക്കും? क्यों हमें मौत के पैगाम दिए जाते हैं, ये सजा कम तो नहीं है कि जिए जाते हैं, क्यों हमें मौत സഗരെ സനി ധനി ഗ മഗരെ ഗ മദ മഗ പഗ മരെ ഗരെ ഗ ക്യോं ഹമേ മൗത്. അല്ല, കുറച്ചുകൂടെ ദുഃഖം. ഗം ബഡേ ആത്തെ ഹൈ കാതിൽ की निगाहों की तरह, तुम छुपा लो मुझे ऐ दोस्त गुनाहों की तरह, गम बड़े आते हैं कातिल की निगाहों की तरह. അപ്പോൾ പിന്നെ ഇനി പ്രണയവും കൂടെ എക്സ്പ്രസ് ചെയ്യാം. പ്രണയം, ലവ്, പ്യാർ. प्यार हुस्न को चांद जवानी को कंवल कहते हैं, उनकी सूरत नजर आए तो गजल कहते हैं, हुस्न को चांद जवानी को कंवल कहते हैं. ഒരു പക്ഷേ സാറിൻ്റെ ഈ ഇംപ്രവൈസേഷൻസിന് ഇണങ്ങുന്ന ഖയാൽ അല്ലെങ്കിൽ ഗസലിൻ്റെ ഏരിയ ഒരു പക്ഷേ ഹിന്ദുസ്ഥാനി കർണാട്ടിക് ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്നതിനപ്പുറത്തേക്ക് ചെറിയ ലിബറൽ ആയിട്ടുള്ളൊരു ഫ്രീഡം തരുന്നത് കുറച്ചുകൂടെ ഒരു ക്രിയേറ്റിവിറ്റി കൂട്ടുന്നുണ്ടോ? സാറിൻ്റെ ഒരു മ്യൂസിക്കൽ നോളജ് വെച്ചിട്ട് എന്താണ് അതിനെപ്പറ്റി? അല്ല, ആക്ച്വലി ഹിന്ദുസ്ഥാനി ക്രിയേറ്റീവാണ്, കർണാട്ടിക് മ്യൂസിക് വെരി ക്രിയേറ്റീവ്. അവിടെ റിജിഡിറ്റി ഈസ് സാഹിത്യം. You don't do anything with the സാഹിത്യം. അതാണ് it is all composed by the great saints. ത്രിമൂർത്തി. അത് അവിടെ വെച്ചിട്ട് your improvisation comes when you're doing സ്വരം, or when you're doing your നിരവൽ, or when you're singing your രാഗം. അവിടെ ഒരു റിജിഡിറ്റി கிடையாது, മനസ്സ് പോലെ പാടും. ബട്ട് அந்த ராகத்தில் பர்ஃபெக்டாக இருக்கணும், பியூராக இருக்கணும். ஸோ ரிஜிடிட்டி only as far as your composition is concerned. அதனால கல்பனா ஸ்வரா, கல்பனா ராகம் எல்லாம் உண்டு இல்லை. கல்பனா becomes you can use your own imagination. സെറ്റിൽ അത്. അതുപോലെ ആൻഡ് ഇവിടെ ഒന്ന് ഇന്ന് കീർത്തനത്തിലെ താളം വെരി ടൈറ്റ് ഉണ്ട്, ലയം ரொம்ப ടൈറ്റാണ് കർണാട്ടിക് മ്യൂസിക്കിൽ. ആൻഡ് ശബ്ദം കൂടെ ദ വേ ഇറ്റ് ഇസ് കമ്പോസ്ഡ് ഓൾസോ വെരി ലയ ഓറിയൻറ്റഡ്. സോ അത് ഫോളോ ചെയ്യണം. സമ്പ്രദായ ഉരുപ്പിടി, ദ വേ യു സിങ് യു ലേൺ, അതിൽ റിജിഡിറ്റി ഉണ്ട്. ഹിന്ദുസ്ഥാനിയിൽ ശബ്ദം കുറച്ചിലാണ്, ഖയാലിയോ ഒരു ലൈൻ ഒരു അന്തരാണ്. സോ യു ഹാവ് മോർ ഫ്രീഡം ടു, you have more scope lyrically. You can do so many things with that's two lines basically. So these are two different modes of music, I would say. ഇതിന് രണ്ടിൻ്റെ സാഹിത്യം നമ്മൾ നോക്കുമ്പോൾ ഒന്ന് ഹിന്ദുസ്ഥാനി പ്രണയത്തെ കൂടുതൽ എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിച്ച്, കാരണം അതിൽ ഹിന്ദുസ്ഥാനി മ്യൂസിക് മോസ്റ്റ്ലി ഗ്രൂ അപ്പ് ഇൻ കോട്ട്സ്. രാജാമാരുടെ നവാബോടെ കോട്ട്സിലാണ്. സോ ഇറ്റ് വാസ് മോർ ഓഫ് എൻ്റർടൈൻമെൻറ്റ്. അതിൽ ധ്രുപദ് ഉണ്ട് വിച്ച് ഇസ് സ്പിരിച്വൽ, അതിൽ ഒരു സെക്ടർ ഉണ്ട് വിച്ച് ഇസ് സ്പിരിച്വൽ, ബട്ട് ബേസിക്കലി ഇറ്റ് ഇസ് ശൃംഗാർ ഓറിയൻറ്റഡ് ഓർ സ്പിരിച്വലിസം. ദിസ് റംഗ് ഉണ്ട് അതിൽ ജാസ്തി. നമ്മ കർണാട്ടിക് മ്യൂസിക് ഹാസ് ഗ്രോൺ അപ്പ് ഇൻ ടെമ്പിൾസ്. അതെ, ഇറ്റ് ഈസ് മോർ റിലീജിയസ്. വാദാബിയൊക്കെ ഇപ്പം നമുക്ക് അങ്ങനെ പാടാൻ പറ്റുള്ളൂ. ഇനി വാദാബി അങ്ങനെ തന്നെയാണല്ലോ സാഹിത്യം ചിട്ടപ്പെടുത്തിയതും അങ്ങനെ തന്നെയാണ്. ഇനി നമുക്കത് മാറ്റാൻ പറ്റില്ല. മാറ്റാൻ എതുക്ക്, വേറൊന്നും പണ്ണ്. അതെ, why do you have to touch that? You do something else. അതെ അല്ലേ, അങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ സ്വാതന്ത്ര്യം രണ്ടിലുണ്ടെന്നാണ് സാർ പറയാൻ ശ്രമിച്ചത്. ഉണ്ട് ഡിഫറെന്റ് ടൈപ്പ്, ഡിഫറെന്റ് സ്റ്റൈൽസിൽ ഉണ്ട്. കൽപ്പന രണ്ടത്തിലും ഉണ്ട്, ഡെഫിനറ്റാ.
ഒരു അത്യാവശ്യം യാത്രയുണ്ടല്ലോ എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ മ്യൂസിക്കുമായിട്ട് നമ്മളിങ്ങനെ നടക്കുന്ന ഒരു ഭയങ്കര ഒരു ലേണിംഗ് സ്റ്റേജ് ഉണ്ട് ശരിക്കും. ഏതാണ് പഠിക്കേണ്ടത് എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ നടക്കുന്ന ഒരു കാലം, ആ കാലത്ത് എന്തായിരുന്നു മനസ്സിലുണ്ടായിരുന്നു ശരിക്കും? അല്ല, ഇറ്റ് വാസ് പാഷൻ. കർണാട്ടിക് മ്യൂസിക് കൊണ്ട് എനിക്കിപ്പോൾ ഹിന്ദുസ്ഥാനി കற்றுക്കണം. സോ അതൊന്നുമില്ല, അത് സിംഗിങ് പ്ലേ ബാക്ക് സിംഗർ ആണമോ അവിടെ ഒന്നും ആഗ്രഹമുണ്ടില്ല. അത് ടുക്ക് ഷേപ്പ് ആഫ്റ്റർ 4 years ഡ്യൂറിങ് 76, 77 ഇറ്റ് ടുക്ക് ഷേപ്പ്. ഒരു കോമ്പറ്റീഷൻ, സൂർസിംഗാർ സംസദ് കോമ്പറ്റീഷനിൽ ഐ ഗോട്ട് എ പ്രൈസ്. അവിടെ നിന്ന് ഫസ്റ്റ് ഫിലിം കിട്ടി, ഗമൻ. അവിടെ നിന്ന് തുടങ്ങി. ഇനിയിപ്പോൾ മനസ്സിനകത്ത് കുറേ ആഗ്രഹങ്ങളുണ്ടാവും. ഇപ്പോൾ ഞാൻ എൻ്റെ സൺ അക്ഷയ് ഹരിഹർ, അതെ, അവിടെ ഐ എം ഡൂയിങ്, ഹീ ഈസ് എ പ്രൊഡ്യൂസർ ഓഫ് ട്രാൻസ് മ്യൂസിക് ആൻഡ് EDM, ഇലക്ട്രോണിക് ഡാൻസ് മ്യൂസിക്. അവർ കൂടെ ഒരു കുറച്ച് പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. അക്ഷയാണോ മൂത്തത്? മൂത്തത് ഇളത് കരൺ. ആക്ടിങ് ആണ്. നന്നായി പോകുന്നുണ്ട്. യെസ്. അയാൾക്ക് മ്യൂസിക് താല്പര്യമില്ല? ഉണ്ട്. അത് പിയാനോ വായിക്കും, പാടും, എല്ലാവരും പാടുക. അവർക്ക് അഡ്വൈസ് ഒക്കെ സാർ കൊടുക്കാറുണ്ടോ? എന്താ പറയുക? പിന്നെ കൊടുക്കും. ബിക്കോസ് ബട്ട് ഐ ഗിവ് ദം ദ ഫ്രീഡം ടു ഡിസൈഡ്. ദേ ആർ ഓൾ ഗ്രോൺ അപ്പ് അല്ലേ? അല്ല, പക്ഷെ എന്തെങ്കിലും ലെസൺസ് ഒക്കെ കൊടുക്കുമോ സാർ? എങ്ങനെ യൂട്യൂബ് ചെയ്ത് കൊടുക്കേ, ഈ ലെസൺ നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പഠിപ്പിക്കില്ല? അവർ സ്വയം പഠിച്ചോട്ടെ? അല്ലല്ല, they learn. He's a pianist. He's not singers like singer. Even Akshay, he sings. He's recorded 3-4 songs and all that, and he sings with me. But basically, he's trained himself as a producer and പാട്ട് പാടും. And Karan is an actor and he sings also. Sing is a natural singer. സാർ ഇപ്പോൾ കുറേ ജോണേഴ്സിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ ഇന്ത്യയിലെ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിനെ കുറിച്ചുള്ള സാറിൻ്റെ കമൻറ്റ് കൂടെ പറയും. 90s there was a movement. 96 when colonial came, there was so many people who did alternative music, basically non-filmy music. Ipo basic music is becoming very, very independent music is becoming very strong because of YouTube also. Because everybody does their songs and put in the YouTube. They have a platform basically, which is very good. ഹാരിസ് ജയരാജിനെ കുറിച്ച് നമ്മളൊന്നും പറഞ്ഞില്ല. He's given me some beautiful songs. നെഞ്ചുക്കുൾ പെയ്തിടും മാമഴை, നീരുക്കുൾ മൂழ்கிடும் താമரை, சற்றென்று மாறுது வானிலை, பெண்ணே உன்மேல் பிழை. ஓ சாந்தி சாந்தி ஓ சாந்தி, என் உயிரை நீ ஏந்தி, ஏன் சென்றாய் என்னை தாண்டி, இனி நீதான் எந்தன் நந்தாதி. വാവ്. സാർ ജി.വി. പ്രകാശ് സാറിനെ കുറിച്ച് പറയുമ്പോൾ ഏത് പാട്ടാണ് ഓർക്കുക? G.V. Prakash is that song which has become very popular. Unnale ennalum en jeevan vaazhude, sollamal un swasam en moochu kelkude, la 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 la. Beautiful melody. അതെ. അതേപോലെ ശരത് സാറിന് വേണ്ടിയിട്ട് മഴയെ എന്ന് പറയുന്ന പാട്ടില്ലേ? Amazing. Beautiful. മഴയേ മഴയേ വാനിൽ നിറമേ ബ്യൂട്ടിഫുൾ മൂവ്മെന്റ്. ശരത് ഇസ് അമേസിംഗ്. സാർ ഏതെങ്കിലും ഒരു ഗസലൂടെ പാടി നമുക്ക് അവസാനിപ്പിക്കാം. काश ऐसा कोई मंजर होता, मेरे कांधे पे तेरा सर होता, काश ऐसा कोई मंजर होता. ഈ ഗസൽ ആദ്യം ആശാ ഭോസ്ലെ മാം ഇങ്ങോട്ട് വന്ന് പറയാണ് ചെയ്ത ഒരു ഗസൽ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് ആൽബം ചെയ്യുമോ? അത് ഭയങ്കര ഒരു അവാർഡല്ലേ? absolutely. And I couldn't believe it. I said, ഞാൻ ചെയ്യാമോ? I said, yeah, okay. അവിടെ ബ്യൂട്ടിഫുൾ പാടിയിട്ടുണ്ട്.
यूं न थी मुझसे बेरुखी पहले, तुम तो ऐसे न थे कभी पहले, यूं न थी मुझसे बेरुखी पहले।